ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ കെട്ടുകഥകളില്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ 2015 ഡിഗ്രി കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്തായിരുന്നു തൃശ്ശൂർ പൂരം വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ കാണുന്ന പോലെ കുറച്ച് മിനറൽ വാട്ടർ, ഈ കാണുന്ന തരത്തിലുള്ള കളർ ബോട്ടിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം മിനറൽ വാട്ടറിൻ്റെ ഒരു 30 കേസ് ഞങ്ങൾ സംഘടിപ്പിക്കുകയും ഈ സംഘടിപ്പിച്ച മിനറൽ വാട്ടർ തണുപ്പിച്ച് തൃശ്ശൂർ പൂരത്തിന് വിൽക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പദ്ധതി. അങ്ങനെ ഞങ്ങൾ 30 കേസ് വെള്ളം എടുത്തു. തൃശ്ശൂർ പൂരത്തിന് വെള്ളം വിൽക്കാനായിട്ട് തയ്യാറായി. ഇതിൽ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അന്നാണ് മനസ്സിലായത്. ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമായിട്ട് കൂടി ഈ 30 കേസ് എന്ന് പറയുമ്പോൾ 12×30 360 കുപ്പി വെള്ളം ഞങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിച്ചില്ല. കാരണം അവിടെ അന്ന് സേവാഭാരതിയിലെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ സൗജന്യമായിട്ട് സംഭാരം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വെല്ലുവിളികൾ ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ബിസിനസ്സിന് ഇറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ശേഷം മാത്രം ബിസിനസ്സിൽ ഇറങ്ങിത്തിരിക്കുക. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് സംഭവിച്ച പോലെ നിങ്ങൾക്കും സംഭവിക്കാം. പക്ഷെ അത് ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമായിരുന്നു. പക്ഷെ അന്ന് ആ കിട്ടിയ ഒരു എനർജി അത് വളരെ വലുതായിരുന്നു. കാരണം ഒന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങളത് ചെയ്തു. പക്ഷെ അത് സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ, അന്ന് ഒരുപാട് പേര് ഇതുപോലെ വെള്ളം കുപ്പി വിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും വെള്ളം വിറ്റ് തീർക്കാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് ആ 30 കേസ് വെള്ളവും വിറ്റ് തീർന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നത്. അതിനുവേണ്ടി ഞങ്ങൾ കൊണ്ട വെയിലും അതിന് എടുത്ത എഫേർട്ടും വെച്ച് നോക്കുമ്പോൾ കിട്ടിയത് ലാഭമല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നു. ആ 30 കേസ് വെള്ളവും ഞങ്ങൾ വിറ്റ് തീർത്തു. പകുതി വിലയ്ക്കാണ് ഞങ്ങൾ വിറ്റത്. 20 രൂപ അന്ന് ബോട്ടിലിന് വെള്ളത്തിന് വിലയുണ്ടായിരുന്ന സമയത്ത് 10 രൂപയ്ക്ക് വിറ്റു. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇറക്കിയ മുതൽ മുടക്ക് ഞങ്ങൾക്ക് കിട്ടി. അതിൽ വളരെയധികം സന്തോഷം. അന്ന് ഞാൻ അവിടെ ആ ക്ഷീണിച്ച് കിടന്നുറങ്ങിയ സമയത്ത് അനുഭവിച്ചിട്ടുള്ള ആ ഒരു സംഭവം, ആ ഒരു ഉറക്കം, അത് എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല. കാരണം അത്രയും ക്ഷീണിച്ച് അവശ നിലയിൽ കിടന്നുറങ്ങി. അത് നമ്മൾ എത്ര മണിമാളികയിലും എത്ര വലിയ ഹോട്ടലിൽ പതുപതുത്ത മെത്തയിൽ കിടന്നുറങ്ങിയാൽ പോലും കിട്ടാത്ത അത്രയും ആ ഒരു ഉറക്കം അന്ന് ആ റോഡ് സൈഡിൽ ഷീറ്റൊക്കെ വിരിച്ച് കിടന്നുറങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.